ഹായ്, ഐ എം ധന്യ ഷാനോജ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോസിൽ ഞാൻ ലക്കി ബാമ്പുകളുടെ തണ്ടുകളുടെ എണ്ണവും അവയുടെ അർത്ഥവുമാണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ലക്കി ബാമ്പു തണ്ടുകളുടെ എണ്ണവും അവയുടെ അർത്ഥവും ഫെങ്ഷുയി ശാസ്ത്രപ്രകാരം വളരെ പ്രധാനപ്പെട്ടതാണ്. വീട്ടിലോ ഓഫീസിലോ വളർത്തുന്ന ലക്കി ബാമ്പു ചെടിയുടെ ഓരോ തണ്ടിലും വെവ്വേറെ ഗുണങ്ങളാണുള്ളത്. ഒരു തണ്ട് ബിസിനസ് രംഗത്ത് വലിയ വളർച്ചയും പുരോഗതിയും നൽകുന്നു. 2 തണ്ടുകൾ ദാമ്പത്യ ബന്ധത്തിലും പ്രണയത്തിലും അഭിവൃദ്ധിയും സന്തോഷവും നൽകുന്നു. 3 തണ്ടുകൾ ജീവിതത്തിൽ മനസമാധാനം, ധനം, ആയുസ് എന്നിവ കൊണ്ടുവരുന്നു. 4 തണ്ടുകൾ ഇത് ദോഷകരമായി കരുതപ്പെടുന്നുണ്ട്. അതിനാൽ 4 തണ്ടുകൾ വളർത്താൻ പാടില്ല. 5 തണ്ടുകൾ സാധാരണയായി ഈ എണ്ണത്തിൽ വീടുകളിൽ വെക്കാറില്ല. 6 തണ്ടുകൾ ചുവന്ന നാട കൊണ്ട് കെട്ടിവെച്ചാൽ വലിയ ഭാഗ്യവും അഭിവൃദ്ധിയും ലഭിക്കുന്നതാണ്. 7 തണ്ടുകൾ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനും നല്ല കുടുംബ ജീവിതത്തിനും ഉത്തമമാണ്. 8 തണ്ടുകൾ ജീവിതത്തിലും ജോലിയിലും വലിയ ഉന്നതിയും പുരോഗതിയും നൽകുന്നു. 9 തണ്ടുകൾ ഈ എണ്ണവും സാധാരണയായി ഒഴിവാക്കുകയാണ് പതിവ്. 10 തണ്ടുകൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണത കൈവരിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഈ ലക്കി ബാമ്പു വെക്കേണ്ട ദിശകളും വളരെ പ്രധാനമാണ്. കിഴക്ക്, ഈസ്റ്റ്, ഈ ദിശയിൽ വെക്കുന്നത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യപരമായ ഉയർച്ചയ്ക്ക് സഹായിക്കും. തെക്ക് കിഴക്ക്, അതായത് സൗത്ത് ഈസ്റ്റ്, ഈ കോണിൽ വെക്കുന്നത് സമ്പൽ സമൃദ്ധിയും ധനലാഭവും കൊണ്ടുവരുന്നതാണ്. അതുപോലെ ഇതിന്റെ പരിപാലന രീതികൾ: വെളിച്ചം നേരിട്ട് സൂര്യപ്രകാശം എന്നാൽ ഏൽക്കാത്തതുമായ എന്നാൽ മങ്ങിയ വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ വെക്കാവുന്നതാണ്. വെള്ളത്തിലാണ് വളർത്തുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലോ വെള്ളം മാറ്റണം. വേരുകൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എന്റെ വീട്ടിൽ ഞാൻ വാങ്ങി വെച്ചൊരു ലക്കി ബാമ്പു ആണ്. ഇത് ഞാൻ കുറച്ചു ദിവസം കഴിയുമ്പോൾ അത് വളരെ സൂര്യപ്രകാശമൊന്നും ഏറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ തണ്ടുകളൊക്കെ കുറച്ച് ചീഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിന്റെ ഈ കളേഴ്സ്, ഈ കെട്ടിയിരിക്കുന്ന റിബൺ ഒക്കെ എടുത്ത് അഴിച്ചു മാറ്റിയിട്ട് ഓരോ തണ്ടുകളും ഓരോരോ പോട്ടിലാക്കിയിട്ട് ഞാൻ വെച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഴുകിയ ചെടികളെല്ലാം പുതിയതായിട്ട് മുളച്ചു വരികയാണ് ചെയ്തത്. ഇത് കണ്ടോ, ഞാൻ ഇതിങ്ങനെയുള്ള ഒരു ചെടീൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് വേറൊരു പോട്ടിലേക്ക് ആക്കിയിട്ട് വെച്ചതാണിത്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് കണ്ടോ, ഇതിൽ കണ്ടില്ലേ, ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഇതിന് വേരുകളൊക്കെ വന്നു. ഇത് ഞാൻ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ലക്കി ബാമ്പുവിനെ വളർത്താം. അതായത് നമ്മൾ ഇങ്ങനെ ഒരു കെട്ടില് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, അത് അഴുകി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തു നിന്നുള്ള ഓരോരോ ലക്കി ബാമ്പും എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോട്ടില് വെള്ളം നിറച്ചിട്ട് അതിൽ എന്ത് ചെയ്യാം, നമുക്ക് വളർത്താവുന്നതാണ്. അപ്പൊ ഇങ്ങനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. കണ്ടില്ലേ, ഇത് ഞാനൊരു വൈറ്റ് പോട്ടിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് വെച്ചിട്ടുള്ളത് ഞാൻ എന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു വിൻഡോന്റെ താഴെ ആയിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. എന്റെ വീടിന്റെ കിഴക്ക്, ഈസ്റ്റ് ദിശയിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഈ ബാമ്പുവിന്റെ ഓരോ അതായത് എങ്ങനെയാണോ അത് വെക്കേണ്ടത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കറക്റ്റ് ആയിട്ട് ഞാനിത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്റെ വീട്ടിൽ ഞാൻ വളർത്തിയ ലക്കി ബാമ്പു ഇത് കണ്ടില്ലേ, ഓരോ പോട്ടിലായിട്ട് ഞാൻ ഓരോ ഷേപ്പുള്ള പോട്ടിൽ ഞാൻ എന്ത് ചെയ്തു, ഓരോ പീസ് ലക്കി ബാമ്പു എടുത്തിട്ട് അതിനെ വെള്ളത്തിലിട്ട് വെച്ചു. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഓരോ പോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അത് വിൻഡോയുടെ സൈഡിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ എന്താ ചെയ്തിട്ടുണ്ട്, അതിന് ഡയറക്റ്റ് സൺലൈറ്റും തട്ടിയിട്ടില്ല. പക്ഷെ എന്താവുന്നുണ്ട്, വെളിച്ചം നല്ലപോലെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്തായി, നല്ല രീതിയിൽ വളരുന്നുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ലക്കി ബാമ്പുവിനെ കുറിച്ചുള്ള വിവരണം. എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.